ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഇറ്റ്സ് മീ കൈസ് ആ ഒരു പരനാറികയ്ക്ക് നമ്മുടെ സിബിൻ ബിഗ് ബോസിലുണ്ടായിരുന്ന ബിഗ് ബോസ് സീസൺ 6 ഭാഗമായിരുന്ന സിബിൻ ഒരു കമൻ്റ് ഇട്ടിരുന്നു. സിബിനെതിരെ ഇതേ കണക്ക് സിബിൻ്റെ വൈഫിനെയൊക്കെ കൂട്ടിച്ചേർത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവൻ ആരാണ് ഇവൻ അവൻ്റെ വിചാരം അവ ആരാന്ന്. അപ്പം ഞാൻ ആ കമൻറ്റ് ഇവിടെ വെക്കാം, എന്നിട്ട് വായിക്കാം. നമുക്ക് കമൻറ്റ് വായിക്കാം. എടാ പരനാറി, കണ്ണിൽ കരി വരച്ചിരുന്നു നിന്റെ പുല്ലാങ്കുഴൽ വായന കുറേയായി കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുന്നു. ഞാൻ നീ ആരാടാ എന്ന് ഉപദേശിക്കാൻ. എനിക്കും അപ്സരയ്ക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ പ്രശ്നങ്ങൾ തീരില്ലെന്ന് പറയാൻ നീ ആരാടാ പരനാറി? ഇതുപോലെ കാശിനു വേണ്ടി ആൺപെൺ വ്യത്യാസമില്ലാതെ ആരെങ്കിലും കുറച്ച് എന്തും അപരാധവും പറയാമെന്ന് വിചാരിക്കേണ്ട. നീ എൻ്റെ കുടുംബകാര്യം കണ്ടന്റാക്കി വെച്ചപ്പോൾ തന്നെ നീ എന്നെ ബ്ലോക്ക് ചെയ്തു. വിളിച്ചപ്പോൾ ബ്ലോക്ക് ചെയ്തു. ഈ അടുത്ത് വീണ്ടും വിളിച്ചു, നീ അത് തന്നെ ചെയ്തു. അത് ചെയ്യുന്നു. ഒന്നിൽ പിഴച്ചാൽ 3 എന്നല്ലേ വായിൽ തോന്നുന്നത്? കോതയ്ക്ക് പാട്ട്. അതാണ് നിന്റെ തൊഴിൽ. നിന്നെയൊക്കെ അന്വേഷിച്ചു വരില്ല എന്ന ധൈര്യം ആണെങ്കിൽ ആ സുറുമ എഴുതിയ മെഴികൾ വയ്ക്കാൻ ഞാൻ നിന്റെ സ്കാൻ സെൻറ്ററിലേക്ക് വരുന്നുണ്ട്. മോനൊരു ആക്കി റെഡിയായി ഇരിക്ക് പുല്ലാങ്കുഴലേ. അപ്പോൾ ഇവിടെ സിബിൻ കൈസിനെ വിളിച്ചിരിക്കുന്നത് പുല്ലാങ്കുഴലേ ഊത്തുകാരാന്നാണ്. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതൊരു ഊത്തുകാരനാണ്. ഈ പറയുമാതിരി ഈ അവരുടെ ഒരു സംഘടനയുണ്ടല്ലോ, കിക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി പുല്ലാങ്കുടി ഊതുന്ന ഒരു കൊട്ടേഷൻ. ഇതാണ് കൈസ് എന്ന് പറയുന്ന പരനാറി. അപ്പം ഈ ഒരു സംഭവത്തിന് ശേഷം നടന്ന ഒരു സംഭവം കൂടെ ഉണ്ട്, ഇവൻ്റെ ഒരു ഓട്ടം. അപ്പം ഈ സംഭവം കഴിഞ്ഞ്, ഇത് വെറും വാക്ക് പറഞ്ഞതല്ല, പുള്ളിക്കാരൻ നേരെ ഈ സ്കാൻ സെൻറ്ററിലേക്ക് ചെന്നിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ പേര് മറ്റും എനിക്കറിയില്ല. അങ്ങനെ സ്കാൻ സെൻറ്ററിൽ ചെന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും കൂടാണ് ചെന്നത്. ഇവരെ കണ്ട ഉടനെ ഇവൻ സ്കാൻ സെൻറ്ററിൽ നിന്ന് എടുത്ത് ചാടി ഓടി. നീ ഭയങ്കര അടികാരനല്ലേ? നീയും നിന്റെ സായി അണ്ണനൊക്കെ ഭയങ്കര അടികാരല്ലേ? എന്തിനാടാ ഇങ്ങനെ പേടിച്ചോടുന്നത്? അത് സിബിനെ കണ്ടോണ്ട്. നീ അവൻ്റെ വീട്ടിലെ കാര്യം വരെ നോക്കുന്നവനല്ലേ? ലേശം ഉളുപ്പുണ്ടോടാ കൈസ്? നിന്നെ ഇന്നാള് ഈ പറയുമാതിരി നമ്മുടെ ഫസ്റ്റ് സീസണിലെ ഷിയാസ് കരീം തന്നെ, അന്ന് ഞാൻ കണ്ടേ നീ ഒരു ഉളുപ്പും ഇല്ലാതിരുന്ന് നാറുന്നത്. അന്ന് നീ പറയാൻ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രധാന സ്ഥലമായിട്ട്. ഇതിപ്പോൾ നിന്റെ ജോലി സ്ഥലത്തല്ലേ വന്ന്, നീ എന്തിനാ ഇറങ്ങി ഓടുന്നു? കാര്യം പറയുന്ന നിനക്കൊരു ധൈര്യം വേണ്ടേ? അപ്പം സിബിനെ ഞാൻ ഓടി എന്ത് പറയുന്നു. അത് കഴിഞ്ഞ ശേഷം ഈ സായിയെ കൊണ്ട് വിളിച്ചപ്പം പറഞ്ഞു, സായിയോട് സിബിൻ പറഞ്ഞു, നിന്റെ കർണമടിച്ച് പൊളിക്കുന്നതായ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട നിനക്കുള്ള പണി വേറെ വരുന്നുണ്ടെന്ന്. അത് പറഞ്ഞ് അങ്ങനെ സായിക്ക് സീക്രട്ട് ഏജൻറ്റിന് മതിയായി, സന്തോഷമായി. ഇതിപ്പോൾ ഞാൻ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എതിർക്കാൻ കേട്ടോ. അങ്ങനെ മതിയായിട്ട് കൈസ് രാത്രി വൈകുന്നേരം ഇപ്പോൾ കുറച്ച് മുമ്പേ വിളിച്ച് കാല് പിടിച്ചിരുന്നു. അതിനുശേഷം സിബിനെതിരെയുള്ള 1-2 വീഡിയോസൊക്കെ പുള്ളിക്കാരൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ വെക്കാം. അപ്പോൾ ഇതാണ് അവസ്ഥ. എടാ നാറി, നീ എത്ര പേരെ ദ്രോഹിച്ചിട്ടുണ്ട്? നീ എനിക്കെതിരെ തന്നെ ഒരു മോശം, അതായത് ഒരു വാസ്തവമില്ലാത്തൊരു ന്യൂസ് കൊടുത്തു. നീ എന്നിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിനെ വേറെ രീതിയിലാക്കി. എനിക്കെതിരെയുള്ള കേസ് എന്തായിരുന്നു? എനിക്കെതിരെയുള്ള കേസ് ഞാനും ഈ പറയുന്ന പ്രശസ്ത ഒരു ബിഗ് ബോസ് താരത്തിന് അവനുമായിട്ടുള്ള നേരിട്ടുള്ള പ്രശ്നം. ഇവനും ഞാനുമായിട്ട് പ്രശ്നത്തിന് ഇവൻ ഒരു യൂട്യൂബറെ വെച്ചിട്ട് 1 അല്ല 2-3 യൂട്യൂബേഴ്സിനെ വെച്ചിട്ട്
സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ തള്ളയ്ക്കും തന്തയ്ക്കും പറഞ്ഞു. ഞാൻ കള്ളക്കേസ് കൊടുത്ത് അല്ലെങ്കിൽ ഇതേക്കണക്ക് ഒരു കേസ് കൊടുത്ത് ഈ പ്രശ്നം തീർക്കാൻ ഞാൻ ഇതാക്കിയില്ല. ഞാൻ എന്നെ വിളിച്ച് എൻ്റെ നല്ല തന്തയ്ക്ക് പറഞ്ഞവനായത്, നിന്നെപ്പോലെ അല്ലാത്തതുകൊണ്ട് കൈസെ നീ ഒരു നല്ല തന്തയ്ക്ക് ബാപ്പയ്ക്ക് പറഞ്ഞവനല്ല, അതുകൊണ്ട് ഉമ്മയ്ക്കും പറഞ്ഞവനല്ല. അതുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ യൂട്യൂബറല്ല പറഞ്ഞത്, അവനെ തന്നെ വിളിച്ചു. അപ്പം അതിൻ്റെ പുറത്ത് ഈ തെറി വിളിച്ചു എന്നുള്ള കേസിനാണ് ഞാൻ അവിടെ പോയത്. എൻ്റെ തള്ളയ്ക്ക് വിളിച്ച് ഞാൻ ഇനിയും വിളിക്കും. അതിലെനിക്കൊരു റിഗ്രറ്റും ഇല്ല. അതിനിപ്പോൾ പെറ്റി കേസാണെന്നായാലും നീയും നിൻ്റെ ഒരു കുണാപ്പിയും കൂടെ മാക്സിമം തെണ്ടിത്തരം പറഞ്ഞു. നെവർ മൈൻഡ്, അതൊന്നും വിഷയമില്ല. പക്ഷേ കർമ്മ എന്ന് പറയുന്നൊരു സാധനം നീ ഓടേണ്ടി ഒന്നും, നീ ഓടാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ കൈസ് എന്ന് പറയുന്ന പരനാറിയുടെ നമ്പർ ഞാനിവിടെ വെക്കാം. അതേ കണക്ക് ഇവൻ്റെ അഡ്രസ്സ്, ബാക്കി കാര്യങ്ങൾ, ഇവൻ്റെ ഓഫീസിൻ്റെ അഡ്രസ്സ്, ഇത് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ, ഇവൻ ദ്രോഹിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് ആവശ്യമാണെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാ വഴി എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ ഇവൻ്റെ ഇത് തരാം. ജെന്യൂനായിട്ടുള്ള എല്ലാ കേസിനും ഞാൻ തരും, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും തരും. കാര്യം ഈ പരനാറി എനിക്കെതിരെ ഇട്ട വീഡിയോ അത് എന്നെ ബാധിച്ചിട്ടുണ്ട്, എൻ്റെ ജെന്യൂനിറ്റിയെ ബാധിച്ചിട്ടുണ്ട്, എൻ്റെ ചാനലിൻ്റെ ജെന്യൂനിറ്റിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ 4ഉം 5ഉം ഇപ്പം ഈ പറഞ്ഞ എന്നെ അന്ന് തെറി പറഞ്ഞ ചാനലുകളിൽ തന്നെ വന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ സാധനം ഞാൻ 3-4 സ്ഥലത്ത് പറയുന്നിടത്ത് തുന്നിച്ചേർത്തുണ്ടാക്കിയതാണ്. എന്തുകൊണ്ട് ഇപ്പം കാണുന്നില്ല ഇത്? എന്തുകൊണ്ട് അവൻ എൻ്റെ ജെന്യൂനിറ്റി സംസാരിച്ചില്ല? അപ്പോൾ അവന് ഈ ജാസ്മിൻ പോയി വീണ്ടും ഭീഷണിപ്പെടുത്തി. അപ്പോൾ ആ ഭീഷണിയുടെ പുറത്ത് ഈ നാറി വീണ്ടും അവളുടെ അടിമയായിട്ട് കിടക്കാൻ വേണ്ടി പോയി. നിനക്ക് കിട്ടാൻ പോകുന്നേ ഉള്ളൂ കൈസേ, നിനക്ക് നല്ലത് 4 എണ്ണം ഇനിയും വരും. അപ്പം അത് കണ്ട് ഞാനിവിടെ സന്തോഷിക്കും, ഓരോന്നും വീഡിയോ ഇടും. അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.